നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് 5th ഹൗസിൽ റൊമാൻറ്റിക് ലൈഫിൻ്റെ അല്ല പാർട്ട്ണർഷിപ്പിൻ്റെ ഒക്കെ കാരകനായിരിക്കുന്ന, പ്രണയത്തിൻ്റെയൊക്കെ കാരകനായിരിക്കുന്ന, പ്രണയത്തെ കൂടുതലും റൊമാൻസിനെ കുറിച്ചും സെക്സിനെ കുറിച്ചും പാർട്ട്ണർഷിപ്പിനെ കുറിച്ചുമൊക്കെ പറയുന്ന ശുക്രൻ 5th ഹൗസിൽ, പ്രണയഭാവത്തിൽ, സന്താനഭാവത്തിൽ, പ്രജ്ഞാമേധാ വിവേക ശക്തിയൊക്കെ ചിന്തിക്കുന്ന 5th ഹൗസിൽ നിന്നാൽ എന്തൊക്കെയായിരിക്കും ഫലം, അതിനെക്കുറിച്ച് നമുക്കൊരു പൊതുഫലത്തേക്ക് നോക്കാം. ഇന്ന് 2025 കാലങ്ങളായിട്ട് തന്നെ കുറച്ച് 2020 മുതലൊക്കെ ഇങ്ങോട്ട് കൂടുതലായിട്ട്, അല്ലെങ്കിൽ 2015 മുതലൊക്കെ ഇങ്ങോട്ടായിട്ട് ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഒരു, നമ്മളെല്ലാവരും ഗാഡ്ജറ്റിലേക്ക് ഇമ്മേഴ്സ്ഡ് ആയതിനു ശേഷം നമ്മുടെ പ്രണയവും നമ്മുടെ രീതികളും ഒക്കെ, ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ ലാൻഡ് ലൈനുകളിലൂടെയൊക്കെയാണ് ഫോൺ ചെയ്യാനും അല്ലെങ്കിൽ ഒക്കെ. അപ്പോൾ അന്ന് ഡയലപ്പ് ആയിരുന്നു ഇൻ്റർനെറ്റിനൊക്കെ ഒരു സൗകര്യം. അതിന് ശേഷമാണ് പിന്നീട് ഇന്നത്. അപ്പം ആ കാലമൊക്കെ മാറി. ഇപ്പം പിന്നീട് ഓർക്കുട്ട് പോലുള്ള സോഷ്യൽ മീഡിയ ചെറിയ രീതിയിലൊക്കെ വന്നു. അതിനുശേഷം പ്രണയങ്ങളും ഡേറ്റിംഗ് ഒക്കെ വന്നിട്ട് ഇപ്പം ഡേറ്റിംഗ് ആപ്പുകളുടെയൊക്കെ കാര്യമാണ്. അതിനകത്ത് പ്രീമിയം അക്കൗണ്ടുകളുള്ള അനവധി പേരുണ്ട്. അപ്പം ആക്ച്വലി ഡേറ്റിംഗ് ആപ്പുകളും അതിൻ്റെ ഒരു രീതികളെക്കുറിച്ചും അതൊക്കെ ആക്ച്വലി പ്രണയം എന്നൊന്നും എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. കാരണം പ്രണയത്തിന് വേണ്ടിയിട്ടാണ്, പ്രണയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഡേറ്റിംഗ് ആപ്പുകളുടെ പരസ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്കിങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ നോക്കും. നമുക്കറിയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ കയറിയിട്ട് ഡേറ്റിംഗ് ആപ്പുകളുടെ പരസ്യങ്ങൾ ഒന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇപ്പം ഫിലിം സ്റ്റാർസൊക്കെ വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡേറ്റിംഗ് ആപ്പുകളെ കുറിച്ച് പരസ്യം ചെയ്യുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് പ്രണയിക്കാൻ ആഗ്രഹമില്ലേ, നിങ്ങൾക്കൊരാളോട് സംസാരിക്കാൻ ആഗ്രഹമില്ലേ, നിങ്ങളുടെ ബോറടിക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടാണ്. ഇതൊക്കെ മനുഷ്യന് സഹജമായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അവിടെ പ്രണയിക്കാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രണയ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന 5th ഹൗസിനെ കുറിച്ചാണ്. ആക്ച്വലി 5th ഹൗസ് അല്ല ഇത് 3ാം ഭാവവുമായിട്ടും മറ്റ് പല ഭാവങ്ങളുമായിട്ടുമൊക്കെ കണക്ഷൻ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം അത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഇസ് 3rd ഹൗസാണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ പല കാര്യങ്ങളും വരുമ്പോൾ ഇത് പ്രണയ ആണെങ്കിൽ ഓക്കെ 5th ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിക്കേഷൻ വഴി അല്ലെങ്കിൽ ആപ്പ് വഴിയൊക്കെ പല കാര്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് 7th ഹൗസ് പറയുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ ആപ്പുകളെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ 10-28 തരം കല്യാണങ്ങളെക്കുറിച്ചും മോഡേൺ ആപ്പുകളിൽ ഇത് ട്രഡീഷണലായിട്ട് പറയുന്ന 10-28 തരം കല്യാണങ്ങളുണ്ട്, വിവാഹങ്ങളുണ്ട്. ഗാന്ധർവ വിവാഹം, മാനുഷിക വിവാഹം, ദൈവിക വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുണ്ട്. ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് പല മോഡേൺ വിവാഹങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അത് രസമാണ്. അതൊക്കെ അസ്ട്രോളജി പഠിക്കുന്നവർക്ക് ഇതെല്ലാം വിഷയങ്ങളാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒരു പഠിക്കാം, ഒന്ന് തുടക്കമിടാം. പിന്നെ ബാക്കി നിങ്ങൾ മുന്നോട്ട് പല പല കാര്യങ്ങളും പഠിച്ച് പോവുകയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ശുക്രനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് തിരിച്ച് വീണ്ടും ശുക്രൻ്റെ ഇതിലേക്ക് എത്താം. ആർട്ടിസ്റ്റിക് പ്ലാനറ്റാണ് ശുക്രൻ. ഒരുങ്ങി നടക്കണം, സൗന്ദര്യത്തോടുള്ള സ്നേഹം, പോസിറ്റീവ് ട്രൈറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് ആൻഡ് ചാമിങ് ആണ്. കൃഷ്ണനോട്, ഗുരുവായൂരപ്പനോട് ഉള്ള സ്ത്രീകളുടെ ഭക്തി എനിക്ക് പലപ്പോഴും എല്ലാവരുടെ അല്ല കേട്ടോ, കുറച്ച് പേരുടെയൊക്കെ വ്യാഴത്തിൻ്റെ ഭക്തിയുള്ളവരുണ്ട്. അമ്മമാർ കുഞ്ഞായിട്ട് കാണുന്നവരുണ്ട്, മകനായിട്ട് കാണുന്നവരുണ്ട്, കൂട്ടുകാരനായിട്ട് കാണുന്നവരുണ്ട്, അങ്ങനെ പല ഇതുണ്ട്. ചില ആൾക്കാർക്ക് ഗുരുവായൂരപ്പനെ കാണാൻ ചെല്ലുമ്പോഴും നന്നായി ഒരുങ്ങി വൃത്തിയായി ഒരു കാമുകി ഒരുങ്ങി പോകുന്ന പോലെ പോയിട്ടില്ലേ, കാമുകിനെ കാണാൻ പോകുന്ന ഭഗവാന്റെ അടുത്തേക്ക് എത്തുമ്പം ചില ആൾക്കാർ നന്നായിട്ട് പെടക്കുകയൊക്കെ ചെയ്യും. വെപ്രാളവും സ്നേഹവും വെപ്രാളവും കൈയും കാലും വിറയിലും ഒക്കെ ആയിട്ടില്ലേ. ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വരുന്ന സമയത്ത്, ചെറുക്കൻ വരുന്ന സമയത്ത് പെണ്ണുണ്ടാവുമെന്ന് പറയും. ഇന്നത്തെ കാലത്തല്ല, പഴയ കാലത്ത്. അല്ലെങ്കിൽ ശരിക്കും കാമുകിനെ കാണാൻ നേരത്ത് കാമുകിക്ക് ഉണ്ടാകുന്നൊരു പെടപ്പൊക്കെ ഉണ്ടല്ലോ, ഭഗവാനെ കാണാൻ വേണ്ടി ഒരുങ്ങിപ്പോകുന്നൊക്കെ. അങ്ങനെ ആ ഒരുക്കം, സൗന്ദര്യം, ആ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ചാമിങ്, ഇതെല്ലാം തന്നെ 5th ഹൗസിൽ ശുക്രൻ നിൽക്കുന്നവർക്കുണ്ടാവും. ബലവാനായിട്ടുള്ള ശുക്രൻ 5th ഹൗസിൽ നിന്നാൽ ഉണ്ടാവും. ഒന്നാമത്തേത് ഒരു നാച്ചുറൽ ഗ്രേസ് ഉണ്ടാവും. 5th ഹൗസ് ശുക്രൻ തരുന്ന ഒരു നാച്ചുറൽ ഗ്രേസ്. നമ്മളിങ്ങനെ ഒന്ന് നോക്കും, ഇതെന്താ ഇതിങ്ങനെ കൊള്ളാമല്ലോ എന്ന് നമ്മൾ പറയത്തില്ല. അത് കൊള്ളാം,
അത് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു നാച്ചുറൽ ഗ്രേസും ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു സെൽഫ് എക്സ്പ്രഷനും ഉണ്ടാകും. അതുകൊണ്ടാണ് കലാകാരന്മാരുടെയൊക്കെ ആ ഒരു കലാവാസന കണ്ടിട്ടില്ല, ആ ഒരു പ്രജ്ഞാ, മേധാ, വിവേകശക്തി, ഇതൊക്കെ 5th ഹൗസാണ്. അപ്പോൾ അതിനോടൊരു താല്പര്യം ഉള്ളിൽ നിന്നും വരുന്നൊരു കലാപരമായിട്ടുള്ള കാര്യങ്ങൾ. വ്യാഴം 5th ഹൗസിൽ നിൽക്കുമ്പം ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ വിസ്ഡമാണ് അവരെ. അതുകൊണ്ടാണ് അവർ വ്യാഴം 5th ഹൗസിൽ നിൽക്കുമ്പോൾ വരുന്ന കലാകാരന്മാരെന്ന് പറയുന്നത് ഗെയിം ചേഞ്ചേഴ്സ് ആയിരിക്കും. ഇപ്പം നമ്മൾ ബിതോവൻ അല്ലെങ്കിൽ കുറേ സ്ട്രഗിൾ ചെയ്തായിരിക്കും, റഹ്മാൻ എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് ഈ ഒരുക്കവും ഒക്കെ എന്ന് പറയുന്നത് ഒരു ഏച്ചുകെട്ടൽ പോലെ ആയിരിക്കും. എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു ഏച്ചുകെട്ടൽ പോലെ ആയിരിക്കും. പെർഫോമിങ് ആർട്ടിസ്റ്റിനേക്കാളും ഉപരിയായിട്ട് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആയിരിക്കും. പക്ഷേ ശുക്രൻ എന്ന് പറഞ്ഞാൽ പെർഫോമിങ് ആർട്ടിസ്റ്റാണ്. അതായത് വേറൊരു രീതി, കുറച്ചുകൂടെ പുറമെയാണ് അതിൽ ഒരു വരുന്നത്. മറ്റേത് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആണ്, അവരുടെ ബ്രെയിൻ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല, അതേപോലെ ആയിരിക്കും, റിപ്പീറ്റഡ് ആവില്ല, വേറൊരു സാധനമാണ് അത്, ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് ഗെയിം ചേഞ്ചേഴ്സാണ്. ഓരോ ഇറ ഉണ്ടാക്കുന്നവരാണ് 5th ഹൗസ് ജൂപ്പിറ്റർ, അല്ല ജൂപ്പിറ്ററിന് ശക്തി വരുന്നവർ. ശുക്രന് ശക്തി വരുന്നവരെന്ന് പറഞ്ഞാൽ ഇറയല്ല, അവർ ആർട്ടിസ്റ്റാണ്. ഉദാഹരണത്തിന് ഇപ്പം 5th ഹൗസിൽ നിൽക്കുന്ന ഒരു, ഇപ്പം ദേവസഹസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധർവന്മാരും അപ്സരസ്മാരും എല്ലാം ശുക്രനാണെങ്കിൽ അവിടെ ഇവരെ പഠിപ്പിക്കുന്ന ഈ ഗന്ധർവന്മാരെയും യക്ഷിമാരെയും അല്ലെങ്കിൽ അപ്സരസുകളെയും ഒക്കെ നൃത്തവും പാട്ടും ഒക്കെ പഠിപ്പിക്കുന്നതാരോ അല്ലെങ്കിൽ അവരുടെ ഗുരുവായിരിക്കുന്നവരാരോ അല്ലെങ്കിൽ അവരൊക്കെ ബഹുമാനിക്കുന്ന ആർട്ടിസ്റ്റ് ആരോ അവരാണ് ഗുരു. മനസ്സിലാവുന്നുണ്ട്, ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും ശുക്രൻ്റെ കാരകത്തിലുള്ള, പക്ഷേ ശുക്രൻ്റെ കാരകത്വത്തിലൊരു അവർക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടാലൻറ്റ്, ആൾക്കാരെ കൂട്ടാൻ പറ്റുന്ന, ഒരു കൂട്ടം ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, മറ്റുള്ളവരുടെ നിന്ന് കയ്യടി ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരുടെ നോട്ടം ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളവരുടെ അറ്റൻഷൻ സീക്കിങ്, ഇതെല്ലാം ശുക്രനാണ്. വ്യാഴം എന്ന് പറയുന്നത് ഇതേ, ഇപ്പോൾ ഒരു പിയാനോ പ്ലെയർ ആണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണത്തിന് പിയാനോ പ്ലെയർ ശുക്രൻ 5 നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ആ പിയാനോ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അയാളുടെ ഊർജം ആർട്ടിസ്റ്റുകളിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുമ്പോഴാണ് അവർക്ക് കൂടുതൽ സന്തോഷം വരുന്നത്. ആ ഒരു ഇത് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. പക്ഷേ 5th ഹൗസ് വ്യാഴം ഉള്ള ഒരാളാണ് പിയാനോ പ്ലെയർ ആവുന്നതെങ്കിൽ അവർക്ക് ഈ ചെയ്യുന്ന ഉള്ളിൽ നിന്ന് വരണം. എത്ര കയ്യടി ഉണ്ടെങ്കിലും അവർക്ക് ആ ഉള്ളിലിരുന്ന് ലയിക്കാതെ ആ സുഖം കിട്ടത്തില്ല. കാരണം ആന്തരിക സുഖമായിരിക്കും അവർ നോക്കുന്നത്. ഇതാണ് വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് വ്യത്യാസം. ഒന്ന് ക്രിയേറ്റീവ് സൈഡിൽ ഭയങ്കരമായിട്ട് വിസ്ഡം ഉണ്ടാവും, മറ്റേതെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് സൈഡിൽ പെർഫോമിങ് ആർട്ടിസ്റ്റുകളായിരിക്കും കൂടുതലും. അതുകൊണ്ട് സിനിമ നടിമാർ, നടന്മാർ, ഇവരൊക്കെ എന്ന് പറയുന്നത് ഒക്കെ ശുക്രന് ബലപ്പെട്ടവരും കൂടി ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ റൊമാൻറ്റിക് ലൈഫിലുള്ള ചാമിങ്, ലവിങ്, അഫെക്ഷനേറ്റ് ആയിരിക്കും, ഫ്ലേട്ടിങ് ഉണ്ടാവും, ആവശ്യത്തിന് പ്ലേഫുള്ളായിരിക്കും, പാട്ടും ഡാൻസും കഥകളും ഒക്കെ പോലെ തന്നെ ചിരിച്ച് തമാശകൾ പറഞ്ഞ് സ്നേഹിച്ച് ചിരിയോട് കൂടിയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു രീതി. ഇതൊക്കെയാണ് ശരിക്കും ശുക്രൻ. വ്യാഴമാകുമ്പം ഉള്ളിൽ തട്ടിയുള്ള പ്രണയം, ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ പറയും. ശുക്രനും ആത്മാർത്ഥ പ്രണയം ഉണ്ടാവും കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ വ്യാഴത്തിൻ്റെ കുറച്ചൊരു ഡിവോഷണൽ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ ശുക്രൻ്റെ 5th ഹൗസ് എന്ന് പറയുന്നത് അഫെക്ഷനേറ്റ് ആയിരിക്കും, ലവിങ് ആയിരിക്കും, കെയറിങ് ആയിരിക്കും, ചാമിങ് ആയിരിക്കും, പ്ലേഫുള്ളായിരിക്കും, നന്നായിട്ട് ഫ്ലേട്ടിങ്ങും ഒക്കെ ഉണ്ടാവും. ആ പാട്ടും ഡാൻസും നൃത്തവും ഒക്കെ പറയുന്ന പോലെ തന്നെ ഒരു കണ്ണിനും പഞ്ചേന്ദ്രിയങ്ങളെ ലൂടെ ആയിരിക്കും ആ പ്രണയം പോകുന്നത്. അതാണ് ശുക്രൻ. പക്ഷേ ഇത് രണ്ടും ആത്മാർത്ഥം ഉണ്ടാകും കേട്ടോ. വ്യാഴത്തിനും ശുക്രനും ഉള്ള പ്രണയം രണ്ട് തരമാണെന്നേ ഉള്ളൂ. ഒന്ന് പൂർണ്ണ ദൈവീകമായിട്ടുള്ള ബ്രാഹ്മണനാണ്, ഗുരുവാണ്. ഒന്ന് ആസുരിക ഗുരുവാണ്. ആസുരികത എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ, ഭൗതികതയിൽ ടച്ച് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഞാൻ എൻ്റേത്, എനിക്കുള്ളത് എന്നുള്ള രീതിയിൽ അവിടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ശുക്രൻ്റെ പ്രണയങ്ങൾക്ക് എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റും ഒരു പെയിനും ഒരു അങ്ങനെയാണത്, ശൃംഗാര രസത്തിലാണ് അത് നിൽക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് വ്യാഴം എന്ന് പറയുന്നത് എപ്പോഴും ഭക്തി രസത്തിലായിരിക്കും നിൽക്കുന്നത്. എന്താ വെച്ചാൽ ഗീവറായിരിക്കും വ്യാഴം, ഗീവറായിരിക്കും. ഒന്നും അറ്റാച്ച്മെൻറ്റുകൾക്ക് അപ്പുറമായിട്ടുള്ള അതിര് കടന്ന ഭക്തി. സ്നേഹിക്കുന്ന വ്യക്തി എവിടെയായാലും സന്തോഷമായിട്ടിരിക്കട്ടെ, അയാളുടെ വിജയങ്ങൾ കാണില്ല, അവരുടെ വിജയങ്ങൾ കാണാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രീതി. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുശുമ്പ് കുന്നായ്മയൊക്കെ ഉണ്ട് ഈ ഇപ്പുറത്ത്. അപ്പം അത് ശരിക്കും മനസ്സിലാവാൻ ഗീതാഗോവിന്ദമൊക്കെ എടുത്തു വെച്ച് വായിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു വ്യത്യാസം പഠിക്കാൻ പറ്റും. ഞാനിതൊരു
കുറച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കുകയും ഗീതാഗോവിന്ദം പോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് പുരാണത്തിലൊക്കെ ആണെങ്കിൽ പല കഥാപാത്രങ്ങൾക്ക് വരുന്ന വിഷയങ്ങളും പ്രണയഭാവങ്ങളും ഒക്കെ എടുത്തു വെച്ച് വായിച്ച് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അനലൈസ് ചെയ്യണം. പിന്നെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ എന്നിട്ട് നോക്കുകയും വേണം. നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിക്കുകയും വേണം. നമ്മൾ ഏത് ഗ്രഹത്തിൻ്റെ രീതിക്ക് അനുസരിച്ചാണ് പെരുമാറുന്നത്, ഈ പറഞ്ഞ ഏതുമായിട്ടാണ് കൂടുതൽ കണക്ഷൻ എന്നുള്ളതൊക്കെ നോക്കി തന്നെ അത് മനസ്സിലാക്കുകയും വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അടുത്തത് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ചാമിങ് ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുള്ളതും കൂടി ഓർത്ത്. 5th ഹൗസ് അല്ലേ, അപ്പോൾ അതങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റ് ആവാം, ആർട്ടിസ്റ്റിക് നേച്ചർ ഉണ്ടാവും, ആർട്ടിസ്റ്റുകളെ പോലെ പെരുമാറും, ഒരുങ്ങി നടക്കാനൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിക് ടാലൻ്റ്, ഒരു നാച്ചുറൽ ഗ്രേസ് ഒക്കെ ഉണ്ടാവും. ഇവരിതിനെല്ലാം വൃത്തിയായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യും. ഇപ്പം വ്യാഴത്തിന് ബലമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 40 വയസ്സൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 35 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മാറും, ആ മെച്യൂരിറ്റി വരും. ഇവർ 50 വയസ്സായാലും വളരെ വൃത്തിയായിട്ടേ നടക്കത്തുള്ളൂ. നമ്മൾ കിളവിമാരൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ കിളവന്മാരൊന്നും അല്ലല്ലോ, നല്ല വൃത്തിയായിട്ട് ഒരുങ്ങി നടക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ബാഹ്യമായ സൗന്ദര്യത്തെ നിലനിർത്താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരും അത് ചെയ്യുകയും അത് പ്രൊജക്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. എല്ലാ ആൾക്കാരിലും ഉണ്ടത്, എല്ലാ ഗ്രഹങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇവർക്ക് കുറച്ചത് കൂടുതലായിരിക്കും. കണ്ടാൽ മനസ്സിലാവും. ശുക്രന് ബലമുള്ളവരെ കണ്ടാൽ മനസ്സിലാവും. അത് കൃത്യമായിട്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കുറേ നിരീക്ഷിച്ച് കഴിയുമ്പോൾ വ്യാഴത്തിന് ബലമുള്ളവരും ശുക്രന് ബലമുള്ളവരും തമ്മിൽ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. ഇവർ രണ്ടുപേരും ദേവഗുരുക്കന്മാരായതുകൊണ്ട് തന്നെ, ശുക്രാചാര്യനും വ്യാഴവും ദേവഗുരുക്കന്മാരായതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഭക്തി ഉണ്ടാവും, രണ്ടുപേർക്കും റൊമാൻറ്റിക് നേച്ചറും ഉണ്ടാവും. രണ്ടുപേർക്കും ഇപ്പം ശുക്രാചാര്യർക്കും ഭാര്യയുണ്ട്, ബൃഹസ്പതിക്കും ഭാര്യയുണ്ട്. അപ്പോൾ രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വൈവാഹിക ജീവിതം ഇവർക്ക്, അല്ലെങ്കിൽ ആ ഒരു റൊമാൻറ്റിക് നേച്ചർ രണ്ടുപേർക്കും ഉണ്ടാകും. പക്ഷെ രണ്ടുപേരുടെയും സ്വഭാവ രീതികൾ വ്യത്യസ്തമാണ്. അത് ഒബ്സർവ് ചെയ്യാൻ വിട്ടുതരുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തേത് പ്ലഷർ ലവിങ്, അതായത് സുഭകരും സുന്ദരന്മാരുമൊക്കെ ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെ സന്തോഷങ്ങളും ആസ്വദിക്കാൻ ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. അത് വെദർ ഇറ്റ്സ് ആൻ ആർട്ടിൻ്റെ ഏരിയകളിലാവാം, അതിലൂടെ സന്തോഷം കണ്ടെത്തും. നല്ല സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ആർട്ടിസ്റ്റുകളാവാം. അവർ വളരെ ഡീപ്പായിട്ട് അതിലേക്ക് അവരുടെ ലൈഫിനെ ഹോമിച്ച്, അഗ്നിയിലേക്ക് ഹോമിച്ച് അത് ആ വിജയങ്ങൾ കണ്ടെത്തുന്ന ആർട്ടിസ്റ്റുകളാവാം. അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്നവരാവാം. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടി ഇരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാവാം, മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാവാം. അതുപോലെ തന്നെ അവരോട് വളരെ അടുത്ത് നിൽക്കുന്നവരോട്, അവരോട് ബഹുമാനിക്കുന്നവരോട്, അസുരന്മാർ പൊതുവെ അങ്ങനെയാണല്ലോ, സാർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മഹാരാജാവ് വാഴട്ടെ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവരുടെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ, അവരെ അങ്ങ് സ്നേഹിച്ച് കൊല്ലാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ, ഇപ്പോൾ ശുക്രൻ്റെ ബലമുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അവരുടെ സൗന്ദര്യത്തെ ഭംഗിയായിട്ട്, അവരുപയോഗിക്കുന്ന ഡ്രസ്സ്, അവരുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളങ്ങ് ഭംഗിയായിട്ട് കൊള്ളാം, നന്നായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടൊരു പ്രത്യേക സ്നേഹമായിരിക്കും. അപ്പോൾ അവരവരുടെ വീടൊരുക്കി വെച്ചിരിക്കുന്നത്, അവരുടെ ചുറ്റുപാടൊരുക്കുന്നതും, അവരുപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം അവർ കാണിച്ചു തരും. അവരുടെ വീടിൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ ചെടി വളർത്തുന്നത്, അവരുടെ വീട്ടിൽ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ, വീട് മൂടി പിടിപ്പിക്കാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കാണിച്ചു തരും. ഇതെല്ലാം നല്ലതാണെന്ന് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് വേണ്ടി ഒരു ചാവും, അത്രയും സ്നേഹമായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പെരുമാറിക്കൊള്ളുക. അപ്പോൾ ഇതൊക്കെയാണ് ശുക്രൻ 5ൽ നിന്നാൽ ആർട്ടിസ്റ്റാണ്, ചാമിങ് ആയിരിക്കും, റൊമാൻറ്റിക് നേച്ചറുള്ളവരായിരിക്കും, ഭംഗിയുള്ളവരായിരിക്കും. ഇനി അടുത്തത് ശുക്രൻ മോശമായാലുള്ളത്. കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇനി ശുക്രൻ മോശമായാൽ നെഗറ്റീവ് ട്രെയ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്പർ 1, ബ്രേക്കപ്പിൽ നിന്നുണ്ടാകുന്ന ട്രോമ. റിലേഷൻഷിപ്പ് മോശമായിട്ട് ബ്രേക്കപ്പ് നിമിത്തമുണ്ടാകുന്ന ട്രോമ. നല്ല കഴിവുണ്ടായിരിക്കും, പല മേഖലകളിലും ഭയങ്കര ചാമിങ് ആയിരിക്കും, ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ള ഇതായിരിക്കും. പക്ഷേ ആരുടെയും ക്രഷ് തോന്നിയിട്ട് ഒരു അടുപ്പമൊക്കെ വന്ന് ബ്രേക്കപ്പ് ഉണ്ടായി, അതിൽ നിന്നും അടുത്തതിലേക്കൊക്കെ പോയിട്ട് ട്രോമ ഉണ്ടായി. ജീവിതം ഈ ശുക്രൻ്റെ കാരകത്തിൽ വേറെ ടു ഫോക്കസ്ഡ് ഓൺ പ്ലഷർ, അത് ഭൗതികപരമായ വിഷയങ്ങളിൽ പല കാര്യങ്ങളിലേക്ക് പോയി, ആൽക്കഹോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലേക്ക് കടന്ന്
സോമാസം എന്നൊക്കെ പറയും തമാശയ്ക്ക്. അങ്ങനെ നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവും. ഡിപ്രഷനാവും, ഒരു തളർച്ച വരും, ഒരു വീഴ്ച വരും. ഒന്നിരിക്കുന്നു നമ്മൾ പറയത്തില്ല, ഒരു മസ്തകത്തിനടിയേക്കുമ്പോൾ ആനയിരിക്കുന്ന പോലെ ഒന്നിരിക്കും, ഒരു തളർച്ച വരും. ഒന്നാമത്തെ പ്രോബ്ലമാണ്. അതുപോലെ തന്നെ റൊമാൻറ്റിക് ഐഡിയലിസം, അൺറിയലിസ്റ്റിക് ഫോം ഓഫ് ലവ് എന്ന് പറയും, റിയലിസ്റ്റിക് അല്ലാത്ത പ്രണയ രീതികൾ. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ്ലി പാർട്ട്ണർമാരിൽ നിന്നും ആ ഒരു അറ്റൻഷൻ ധാരാളമായിട്ട് സീക്ക് ചെയ്യുന്ന ഒരു രീതി. ഞാൻ പൊതുവേ പറഞ്ഞില്ല, ശുക്രൻ 5th ഹൗസിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു കുശുമ്പും ഒരു ഇതും എൻ്റേത് മാത്രമാണെന്നും അങ്ങനെ കടുത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, കടുത്തൊരു പൊസസീവ്നെസ് ഉണ്ടാവും. അപ്പം അത് മോശമായിട്ട് വേറെ റേഞ്ചിലേക്ക് പോകും. കുജൻ്റെയും കൂടി ഒരു എഫക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, ഇവരുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഇവരുടെ അടിമയായിരിക്കും. അപ്പം അത്രയും ബഹളമായിരിക്കും വെക്കുന്നത്, അത്രയും ഇങ്ങനെ അവരെയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ഒരു സ്വാതന്ത്ര്യം കൊണ്ട്, അതായത് പ്രണയിച്ച് ശ്വാസം മുട്ടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, പ്രണയിച്ച് ശ്വാസം മുട്ടിച്ച് കളയും. അപ്പോൾ അത് നിമിത്തമുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ലവ് ലൈഫിൽ ഈ ശുക്രൻ ബലമില്ലാതാണ് 5ൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രണയം എന്ന് വേണേൽ പറയാം, ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടി മാത്രമല്ലാതെ റിസ്ക് എടുക്കാനോ. വ്യാഴമാണ് റിസ്ക് എടുക്കുന്നത്, ഈ വ്യാഴമാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നത്, വ്യാഴമാണ് ആത്മാർത്ഥതയായിട്ടുള്ളത്. പ്രേമിച്ച് പ്രണയിച്ച് പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ, ഇതങ്ങനെയൊന്നുമില്ല. ശുക്രനും ഉണ്ട് കേട്ടോ, ശുക്രൻ ബലപ്പെട്ടു എന്ന് അങ്ങനെ തന്നെ ഉണ്ട്, പ്രണയിച്ചവരെ തന്നെ കല്യാണം കഴിക്കും, വിട്ടുകൊടുക്കില്ല. പക്ഷേ ശുക്രൻ മോശമായാൽ ട്രോമാസ്, അതുപോലെ തന്നെ മൾട്ടിപ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഡബിൾ ഡേറ്റിങ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഈ ഒരേ സമയം തന്നെ പലരോടെ ഭയം, അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി. ഇതിനെല്ലാം റീസൺ എന്ന് പറയുന്നത് ഇവർ ആരെങ്കിലും സ്നേഹിച്ചൊരു പരാജയപ്പെട്ടിട്ട് അവിടെ നിന്ന് കിട്ടിയൊരു തിരിച്ചടികളൊക്കെ ആയിരിക്കാം. പിന്നെ ആരോടും ഒരു ആത്മാർത്ഥത തോന്നാത്തൊരവസ്ഥ, ട്രസ്റ്റ് ഇഷ്യൂസ്, അങ്ങനെയൊക്കെ വരാം. ഈ ശുക്രന് ബുധൻ്റെ ബന്ധം കൂടെ വന്നിട്ട് മോശമായിട്ടാണ് നിൽക്കുന്നത്. ഈ ബുധനും ശുക്രനും 2 റേഞ്ചിലേക്ക് പോകുന്ന പ്ലാനറ്റ്സാണ്. ഇവർ രണ്ടുപേരുടെ 5 നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ അതൊക്കെ പോകും. ആർട്ടിസ്റ്റായിട്ടൊക്കെ ജീവിതം, കലാപരമായ വിഷയത്തിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ട് ജീവിതം എന്നേക്കുമായിട്ട് നശിപ്പിക്കുന്നത്, ഹോമിക്കുന്നത്. പണ്ട് കാലത്ത് സിനിമ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടിട്ട് അതിന് വേണ്ടി ജീവിതം ഹോമിച്ചിട്ട് അതിൽ സക്സസ് റേറ്റ് വളരെ കുറവാണ്. 100 പേര് പോയാൽ 10 പേര് താഴെയാണ് അതിൽ വിജയിക്കുന്നത്. പല മേഖലകളിൽ നമ്മൾ വിജയിക്കുന്നവരെ മാത്രമേ കാണുന്നുള്ളൂ, തോൽക്കുന്നവരെ കാണുന്നില്ല. മറ്റു മേഖലകളിൽ അങ്ങനെയല്ല, ഇത് തോൽക്കുന്നവരെ കാണുന്നില്ല. അത്രയും സ്കില്ലുണ്ടെങ്കിൽ പോലും ഒരു ഭാഗ്യവും കൂടെ വർക്ക് ചെയ്താലേ അത് ആ മേഖലയിലൊക്കെ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വിജയിച്ച് നമ്മൾ കാണുന്നവരൊക്കെ അത്രയും ഹാർഡ് വർക്കും അത്രയും ഭാഗ്യവും ഉള്ളവരുമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അപ്പം അങ്ങനെ നശിച്ചു പോകുന്നവർ, 5ൽ ശുക്രൻ അതിലൊക്കെ പോയി പെട്ട് ഒന്നുമല്ലാതായി പോകുന്നതൊക്കെ അതിൻ്റെ ഒരു നെഗറ്റിവിറ്റിയാണ്. അതുപോലെ തന്നെ 5ലെ ശുക്രൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പാർട്ട്ണറുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റുകൾ, മക്കളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ, അവരുടെ ആശയങ്ങളുമായിട്ട് ചേരാതിരിക്കുന്നത്, അങ്ങനെയൊക്കെ കുറേ ആശയപരമായിട്ടുള്ള ചേർച്ചക്കുറവുകൾ ഒക്കെ വരും. ഈ 5ലെ ശുക്രൻ നിൽക്കുന്നവരുടെ നല്ല പോലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ അവരുടെ പരമ്പര അവരെ പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ സംഗീതജ്ഞൻ്റെ മകനായിട്ട് ജനിക്കുന്ന ആൾ സംഗീതജ്ഞനായി വരിക, ശുക്രൻ 5ൽ മോശമാണെന്നുണ്ടെങ്കിൽ സംഗീതജ്ഞൻ്റെ മകനായിട്ട് ജനിക്കുന്ന ആളിന് സംഗീതത്തിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല. എത്ര ശ്രമിച്ചാലും ആ ഒരു സന്തോഷം, എൻ്റെ മകൻ ഞാൻ ആഗ്രഹിച്ച പോലെ ആയില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം എപ്പോഴും ഈ ശുക്രൻ 5th ഹൗസിൽ നിന്നാലുണ്ടാവും. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. 5th ഹൗസ് ശുക്രൻ ധാരാളം സ്വത്തുക്കൾ തരും. 5th ഹൗസ് ശുക്രൻ സന്താനങ്ങൾക്ക് ധാരാളം സ്വത്തുക്കൾ ഉണ്ടാവും. നല്ല സുന്ദരനും സുന്ദരിമാരുമായിട്ടുള്ള സന്താനങ്ങളുണ്ടാവും 5th ഹൗസ് ശുക്രൻ ബലപ്പെട്ടാൽ. അതേപോലെ ഈ പറഞ്ഞ പോലെ പ്രജ്ഞാ, മേധാ, വിവേക ശക്തിയൊക്കെ കൂടും. ത്രിപുരസുന്ദരിയെയും ഗണപതിയെയും, ഓജരാശി നിൽക്കുകയാണെങ്കിൽ ഗണപതിയെയും അതുപോലെ തന്നെ മഹാലക്ഷ്മിയെയും യക്ഷിയെയും അതുപോലെ തന്നെ ഒക്കെ ഉള്ള ദേവതകളെയൊക്കെ ആശ്രയിക്കാനുള്ള ഭാഗ്യവും കൂടിയാണത്. അപ്പോൾ അതിനൊക്കെ ആശ്രയിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദോഷങ്ങൾ കുറേയൊക്കെ തീരും. സർക്കാരിനാലും അതുപോലെ തന്നെ മറ്റുള്ളവരാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫാൻസൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട് ഈ ശുക്രൻ്റെ കാലഘട്ടത്തിലുള്ള വിഷയങ്ങളുള്ളവർ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അവരുടെ കാര്യങ്ങൾ ആർട്ട് പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടും. കാരണം ഇവർക്ക് അറ്റൻഷൻ സീക്കിങ് ഭയങ്കര കാര്യമാണ്. 5th ഹൗസ് ശുക്രന്, 5th ഹൗസ് വ്യാഴമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റൻഷൻ സീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഇത് ഇട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ അവരുടെ ആർട്ടിസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ അവരങ്ങ് സക്സസ് ആവും. 5th ഹൗസ് ജൂപ്പിറ്റർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രെൻഡ് സെറ്റിങ് അവരുണ്ടാക്കും, റിസ്ക് എടുക്കും, ചിലപ്പോൾ പൊട്ടിപ്പോവും. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് 5th ഹൗസ് ജൂപ്പിറ്റർ വേണമെങ്കിൽ നമുക്ക്
ഒരു ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ ജാതകം എനിക്കും അറിയത്തില്ല, എന്നാൽ ഒരു ഉദാഹരണത്തിന് നമുക്ക് എ ആർ റഹ്മാനെ പറയാം, ചിപ്സ് ഓഫ് ജൂപ്പിറ്ററിന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പുതിയ പരീക്ഷണങ്ങൾ അദ്ദേഹം അതാത് സമയത്ത് ചെയ്ത ഒരു ട്രെൻഡ് മാറ്റിയാൽ പരീക്ഷിക്കുക, വിജയിക്കോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല, എന്നാലും ഒരു പരീക്ഷിച്ച് ഉള്ളിലൊരു തൃപ്തിക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്, അദ്ദേഹം ചെയ്യുന്ന പല പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. വിജയിച്ചാൽ ഓക്കെ, വിജയിച്ചില്ലെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് അടുത്തൊരു സ്റ്റൈൽ ഞാൻ പരീക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശുക്രനാണ് അഞ്ചിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവരാ വിജയിച്ച സാധനം വെച്ചിട്ട് സ്റ്റേജ് ഷോയും അങ്ങനെയൊക്കെ കാണിച്ചും അല്ലെങ്കിൽ പുതിയ ഒരേ ട്രെൻഡിൽ തന്നെ ഫോളോ ചെയ്ത് ആൾക്കാരിൽ സന്തോഷം കണ്ടെത്തി അവർ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ക്രിയേറ്റിവിറ്റിയാണ്, അത് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, വേഷവിധാനങ്ങൾ കൊണ്ടോ സ്റ്റൈൽ കൊണ്ടോ ഒന്നും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല, അത് ജന്മസിദ്ധമായിട്ട് കിട്ടണം. അതേസമയത്ത് ശുക്രൻ അഞ്ചിൽ നിന്നാൽ ജന്മസിദ്ധമായിട്ട് അവർക്കൊരു ടാലൻ്റ് ഉണ്ടാവും, പക്ഷേ ആ ടാലൻറ്റിനെ പുറമോടി കൊണ്ടും അവരുടെ പെർഫോമൻസ് സ്റ്റൈൽ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും അവർക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. വ്യാഴം ആ വർക്കിൻ്റെ ക്വാളിറ്റിയിലേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ വെച്ച് അവർ പുറമോടി ഉണ്ടാക്കിയാലും എന്തോ ഒരു ചേർച്ചക്കുറവ് പോലെ തോന്നും. അതാ ശുക്രൻ്റെ, അതാ ഓരോരുത്തർക്കും ഓരോന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സൈഡ് നോക്കുമ്പോൾ ഇതാണ് നല്ലത്, ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ക്രിയേറ്റിവിറ്റി സൈഡ് നോക്കുമ്പോൾ വ്യാഴത്തിന് ബലപ്പെടുന്നതുമാണ് നല്ലത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും അവരുടേതായ ഗുണവും ദോഷവും ഉണ്ട്. അത് ബലപ്പെടുന്നതിനനുസരിച്ച് ലോകത്തിൽ അത്രയും ഗുണങ്ങൾ ഉള്ള മനുഷ്യരുണ്ടാവുകയും ചെയ്യും എല്ലാ മേഖലകളിലും. അപ്പോൾ ശുക്രൻ 5th ഹൗസിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സന്താന ഗുണങ്ങൾ ഉണ്ടാവും, സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്, പെൺകുട്ടികൾ ധാരാളം ഉണ്ടാവും എന്നൊക്കെ ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. പെൺകുട്ടികൾ ധാരാളം ഉണ്ടാവുന്നവരായിരിക്കും 5ൽ ശുക്രൻ നിൽക്കുന്നവരെന്നൊക്കെ. അപ്പം ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് ശുക്രൻ 5th ഹൗസിൽ നിൽക്കുന്നതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല. 5th ഹൗസിൽ നിൽക്കുന്ന ശുക്രനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പല ജാതകങ്ങളും പരിശോധിക്കുക, ആർട്ടിസ്റ്റുകളുടെയൊക്കെ ജാതകങ്ങൾ പരിശോധിക്കുക. 3ാം ഭാവാധിപനും 5ാം ഭാവാധിപനും കൂടി ഒരുമിച്ച് 5ലോ 3ലോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ആർട്ടിസ്റ്റിക് ഇതുണ്ടാകും. അവിടെ ശുക്രനും കൂടെ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിശേഷമായിരിക്കും. അപ്പം ഒന്നത്, അതോടൊപ്പം തന്നെ ശുക്രനെക്കുറിച്ച് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, നേരത്തെ ശുക്രനെക്കുറിച്ച് പറഞ്ഞ ഗ്രഹങ്ങൾ എന്നുള്ള നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് പ്ലാനറ്റ്സ് എന്നുള്ള അതെടുത്ത ഫോൾഡർ എടുത്തിട്ട് അതിനകത്ത് ശുക്രനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടു നോക്കുക. അതോടൊപ്പം തന്നെ 5th ഹൗസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടെ കണ്ടു നോക്കിയിട്ട് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ പറഞ്ഞ് ചേർത്ത് ഒന്ന് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് 5th ഹൗസിൽ ശുക്രൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളോ അതോ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രഹനിലകളോട് എടുത്ത് അവരെ നന്നായി ഒബ്സർവ് ചെയ്യുകയും ഇത് കൂട്ടി യോജിപ്പിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടുകയും നിങ്ങൾക്കത് പഠിക്കാനും പറ്റുകയും ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ശനിയാണ് 5th ഹൗസിൽ നിൽക്കുന്നത്. അപ്പം ഗ്രഹങ്ങൾ ആദിത്യൻ പറഞ്ഞു, സോമൻ പറഞ്ഞു, അങ്കാരകൻ പറഞ്ഞു, ബുധൻ പറഞ്ഞു, ബൃഹസ്പതി പറഞ്ഞു, ഇപ്പം ശുക്രനെ കുറിച്ചാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്ലാസ്സിൽ സാറ്റേൺ 5th ഹൗസിൽ നിന്നാലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.